അർജൻറ്റീന ടീം എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ ലോകകപ്പിനേക്കാൾ ശക്തമായ ടീമാണ് ഇപ്പോൾ. ഇത്തവണ അവർക്ക് മെസ്സി വേണമെന്നില്ല. അത് സ്കലോണി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതാണ് സ്കലോണിയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കരുതുന്നത്. ഈ 4 വർഷത്തെ നേട്ടം ഫ്രാൻസിന് തുല്യ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡെംബലയെ എംബാപ്പയേക്കാൾ കുറഞ്ഞ ഒരാളായിട്ട് നമ്മളാരും കണക്കാക്കുന്നില്ല. ഡെംബലയുടെ മനസ്സിൻ്റെ അകത്ത് ഒരു തരി നിരാശയുടെ അംശം വന്നാൽ ചിലപ്പോൾ പെർഫോമൻസിന് ബാധിക്കും. കാരണം അങ്ങനെയാണ് പല ലോകോത്തര താരങ്ങളാകാനുള്ള സാധ്യത ഉണ്ടായിരുന്ന തീപ്പൊരികൾ പലതും ഇല്ലാതായി പോയത്, മങ്ങിപ്പോയത്, അടങ്ങിപ്പോയത്, അങ്ങനെയൊക്കെയാണ്. ഡിഫെൻഡിങ് ചാമ്പ്യൻ എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ആദ്യം അർജൻറ്റീന വരും. അർജൻറ്റീനയ്ക്ക് എത്രത്തോളം സാധ്യതയുണ്ട്? ഇപ്പം കഴിഞ്ഞ ഒരു 10-50 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ 60 വർഷത്തിനിടയിൽ ഒരിക്കലും ഒരു ടീം എന്താ പറയുക, ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ഒരിക്കലും ആ കപ്പ് റീറ്റെയിൻ ചെയ്തിട്ടില്ല. 62-ൽ ബ്രസീൽ അടുത്ത വർഷം ജയിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് അല്ലെങ്കിൽ അങ്ങനെ ആരും വിജയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അർജൻറ്റീനയുടെ ഒരു സാധ്യത എന്താണ്? അവർക്ക് ഈ ഒരു ടൈറ്റിൽ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടോ? അവരുടെ ആ ഒരു സുവർണ്ണകാലം ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അവർ കുന്നിറങ്ങുകയാണ് എന്നൊരു ഫീൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എങ്കിലും മെസ്സി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്, എമിലിയാനോ മാർട്ടിൻസിനെ പോലെയുള്ള ഒരു ഗോൾ കീപ്പറുണ്ട്, ഒരു സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു ടീമുണ്ട്. എല്ലാറ്റിനും ഉപരിയായിട്ട് ഭയങ്കര ബ്രില്യൻ്റായ ആ ടീമിനെ നന്നായി അറിയുന്ന ഒരു കോച്ചുണ്ട്. ലെനർഡ് സ്കലോനി എന്ന് പറയുന്ന ഒരു കോച്ചാണ് യഥാർത്ഥത്തിൽ ആ ടീമിൻ്റെ ഒരു ബുദ്ധികേന്ദ്രം അല്ലെങ്കിൽ അവരുടെ മാനസികാരോഗ്യവും കൂടെ കാക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്രത്തോളം ഉണ്ടായിരിക്കും അർജൻറ്റീനയുടെ ഒരു സാധ്യത? അല്ല, ഞാൻ ബേസിക്കലി ഒരു അർജൻറ്റീന ഫാനാണ്. അപ്പോൾ അർജൻറ്റീന ഫാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അർജൻറ്റീനയുടെ വിജയം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ കാത്തിരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഈ പീക്ക് കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ വളരെ തീവ്രമായ ചില അനുഭവങ്ങൾ, ഇപ്പോൾ നമ്മൾ മനോഹരമായ ഒരു സ്വപ്നം കാണുന്നു. പക്ഷേ സാധാരണ നമ്മൾ സ്വപ്നം കണ്ടിട്ടാണ് അത് യാഥാർത്ഥ്യമാകുമല്ലോ എന്ന് പുലരുമ്പോൾ ഉണർന്നിട്ട് നമ്മൾ അന്വേഷിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ കണ്ട പോലെ നടക്കൂ എന്നുള്ളതാണ്. പക്ഷേ ഇത് വളരെ മനോഹരമായ അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ട് ഉറങ്ങുന്നു. ആ ഉറക്കത്തിൽ ആ സ്വപ്നം വീണ്ടും കാണുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഒരുപക്ഷെ അർജൻറ്റീനക്കാർ ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ സ്വപ്നത്തിൻ്റെ 2ാമത്തെ അധ്യായം, സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ പോവാണെന്നുള്ളതാണ് അർജൻറ്റീന ആരാധകനായ ഒരാളെൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ സ്വപ്നത്തിന് ഇനി ഒരു അധ്യായം കൂടി ഉണ്ട്. അത് ഒരിക്കൽ കൂടി മെസ്സി കപ്പ് ഉയർത്തുന്നതാണ് എന്നുള്ളതാണ്. അത് അങ്ങനെ പറയുമ്പോൾ അത് വെറും ഒരു സ്വപ്നമല്ല. എന്ന് വെച്ചാൽ വെറുതെ ഒരു ആഗ്രഹം പറയുന്നതല്ല. അർജൻറ്റീന ടീം എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ ലോകകപ്പിനേക്കാൾ ശക്തമായ ടീമാണ് ഇപ്പോൾ. സ്റ്റേബിളാണ് കുറച്ച്. കഴിഞ്ഞ തവണത്തേക്കാൾ അനുഭവ സമ്പത്തുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നിയ വെച്ചാൽ അർജൻറ്റീന ടീമിനെ കഴിഞ്ഞ തവണ മെസ്സിയെ ഒരുപാട് ആശ്രയിച്ചാണ് അവർ കളിക്കളത്തിലേക്ക് വന്നത്. കളിക്കളത്തിലും ആശ്രയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മെസ്സി നടക്കുക മാത്രമേ ചെയ്യുള്ളൂ, ഓടൂല എന്ന് പറഞ്ഞെങ്കിലും മെസ്സി നടന്ന് കാര്യങ്ങളെല്ലാം കണ്ണുകൊണ്ട് ആവാഹിച്ച് ബ്രെയിനിലോട്ട് ഒരു കമ്പ്യൂട്ടറിൽ എന്ന പോലെ ചെയ്തിട്ട് അതിൽ നിന്ന് പുള്ളി ചില ഫോർമേഷൻസ്, പാറ്റേൺസ് മനസ്സിൽ വെച്ചിട്ട് ആ പാറ്റേൺ അനുസരിച്ച് പൊസിഷൻ സ്വീകരിക്കുകയും ഗോളടിക്കുകയും ഗോളടിപ്പിക്കുകയും ചെയ്തു. രണ്ടും എല്ലാം ചെയ്തിട്ടുള്ള ഒരു അസാമാന്യ മനുഷ്യനാണ് മെസ്സി ആ കാര്യത്തിൽ. പക്ഷേ ഇത്തവണ അതല്ല. ഇത്തവണ അവർക്ക് മെസ്സി വേണമെന്നില്ല. ഫൈനലിലെത്താനും ജയിക്കാനും ഒരു ടീം കളക്റ്റീവ് സ്ട്രെങ്ത് അത് സ്കലോണി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതാണ് സ്കലോണിയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കരുതുന്നത്. ഈ 4 വർഷത്തെ നേട്ടം, 2022 നേട്ടം അദ്ദേഹം മെസ്സിയെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ട് കപ്പടിച്ചു. മെസ്സി ഇല്ലാതെയും ഇറങ്ങാം, മെസ്സി ഇല്ലാതെയും കപ്പടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ കളക്റ്റീവ് സ്ട്രെങ്ത്തിൻ്റെ സ്കലോണി മുന്നോട്ട് വെക്കുന്ന, എന്നെപ്പോലെയുള്ള ഫാൻസിനെ സംബന്ധിച്ച് സ്കലോണി മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ യു കം ആൻഡ് എൻജോയ് അർജൻറ്റീന വിത്ത് ഓർ വിത്തൗട്ട് മെസ്സി. എന്നാണ്. എന്ന് വെച്ചാൽ ഒരു കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കളിയിൽ മെസ്സിയുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാണ്ട് അർജൻറ്റീന ഗോളടിക്കും. അല്ലെങ്കിൽ ആ മൊമെൻ്റ് ഓഫ് ആ മൊമെൻറ്റിൽ മെസ്സി ചിലപ്പോൾ കളിക്കളത്തിനുണ്ടാവണമെന്നില്ല. പക്ഷേ ചിലപ്പോൾ ആ മൊമെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നൊരു മൊമെൻറ്റിൽ മെസ്സി വന്നിട്ട് കളിയിൽ വളരെ നിർണായകമായ ഇടപെടൽ നടത്തിയേക്കാം. അപ്പോൾ മെസ്സി ഉള്ളവരും മെസ്സി ഇല്ലാത്തതുമായിട്ടുള്ള അർജൻറ്റീന ടീമിനെ ചിലപ്പോൾ ഈ ലോകകപ്പിൽ നമുക്ക് ഏതെങ്കിലും മത്സരത്തിൻ്റെ ചില മുഹൂർത്തത്തിലോ കാണാൻ കാണും. ഈ കളക്റ്റീവ് സ്ട്രെങ്ത്തിൻ്റെ അകത്ത് മെസ്സി, കളക്റ്റീവ് സ്ട്രെങ്ത്തിൻ്റെ പുറത്ത് മെസ്സി, അത് ഭയങ്കര സാധ്യതയാണ് ഞാൻ നോക്കുന്നത്. അങ്ങനത്തെ ഒരു സാധ്യതക്ക് കാത്തിരിക്കുക. കാരണം എന്നറിയാമോ, അതിൻ്റെ അതൊരു സാധ്യത ഭയങ്കരമായിട്ടുള്ളതെന്ന് വെച്ചാൽ കളക്റ്റീവ് സ്ട്രെങ്ത്തിൻ്റെ അകത്ത് മെസ്സി എന്ന് പറയുമ്പോൾ മെസ്സി ചിലപ്പോൾ കാഴ്ചക്കാരൻ മാത്രമാണ്. പക്ഷേ മെസ്സിയെ കളിക്കളത്തിൽ കാഴ്ചക്കാരനായിട്ട് നമുക്ക് കാണികൾക്ക് തോന്നും മെസ്സി കറങ്ങി നടക്കുന്നത്
ഒരു എതിർ ടീമിനും അങ്ങനെ മെസ്സിയെ തള്ളി പറയാനോ പറ്റില്ല. മെസ്സിനെ ഗാർഡ് ചെയ്യാൻ എപ്പോഴും 1, 2, 3 ആളുകളെയൊക്കെ ഉണ്ടാവും, ഇടേണ്ടി വരും എതിരാളികൾക്ക്. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, മെസ്സി ഈ കളക്റ്റീവ് എഫർട്ടിൻ്റെ പുറത്തു നിന്നുകൊണ്ടുള്ള മെസ്സി അതെങ്ങനെയെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ചില ഘട്ടങ്ങളിൽ മെസ്സിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചില മനോഹരമായ ഒരു ഫ്രീ കിക്ക്, അതായത് 7 പേര് അറ്റാക്ക് ചെയ്യുന്ന ഒരു അർജൻറ്റീന ഒരു ഫോർമേഷൻ ചില സമയങ്ങളിൽ വന്നെന്ന് വിചാരിച്ചോ. കാരണം സ്കലോണി അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിൾ ഫോർമേഷൻ്റെ ഒരു കോച്ചാണ്. ഈ 5+2 7 പേർക്ക് ചെയ്യാൻ പറ്റാത്തത് 8-മനായി നിന്ന് മെസ്സി ചിലപ്പോൾ ചെയ്ത് കളയും. അത് ഒറ്റ ആളുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിലായിരിക്കും. അത് പിന്നെ ടാലൻ്റാണല്ലോ. അത് മെസ്സിനെ കുറിച്ച് മെസ്സിക്ക് ഒരു ഫുട്ബോൾ കളിക്കളത്തിൽ മെസ്സിക്ക് എന്തും ആകും. അതാണ് മെസ്സി. ഇപ്പോൾ ആദ്യകാലത്തൊക്കെ പറഞ്ഞിരുന്നു ഈ മെസ്സി എന്ന് പറഞ്ഞ യുവാവ് ഹെഡറിലൂടെ ഗോൾ നേടില്ല, തല കൊണ്ട് ഗോളടിക്കാൻ പറ്റില്ല എന്ന്. തല കൊണ്ട് പുള്ളി ഗോളടിക്കാൻ തുടങ്ങി. അത് തല കൊണ്ട് നമ്മൾ പറയുന്ന ഹെഡറെന്ന് മാത്രമല്ല, തല ഉപയോഗിച്ചുള്ള ബുദ്ധി, തലയിലും ആ തലച്ചോറ് കാലിലുമായിട്ടുള്ള ഒരു പ്ലെയറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ ചില മാജിക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ആഗ്രഹം അർജൻറ്റീന കപ്പടിക്കണമെന്നാണ്. കപ്പടിക്കാനുള്ള എല്ലാ ചേരുവയുള്ള, അതായത് ടാക്റ്റിക്കൽ ബ്രില്യൻസ് ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, ബാലൻസ് ഉണ്ട്, ടീമിന് അത്യാവശ്യം നല്ല ഡെപ്തും ഉണ്ട്. പിന്നെ ചില മൊമെൻറ്റ്സിലുണ്ടാകുന്ന ചില പൊട്ടിത്തെറികൾ ഇമോഷണലായിട്ടും കൂടിയൊക്കെ ഉള്ളതിൻ്റെ അകത്ത് ചിലപ്പോൾ ചില ആൾക്കാർ കാർഡ് വാങ്ങുക, ഇഞ്ചേർഡ് ആകുക, പരിക്ക് പറ്റി പോവുക, പിന്നെ ആ ലോകകപ്പിൽ ആ പ്ലെയറിനെ കാണാൻ കിട്ടാതെ വരിക, പകരം വരുന്ന ഒരാൾക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റാണ്ട് വരിക. ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ. അത് ഫുട്ബോളിൽ എന്ത് സംഭവിക്കാം. അർജൻറ്റീന ഇപ്പോൾ ഫ്രാൻസ് നല്ല ഒരു ഫേവറേറ്റ് ടീമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, സ്പെയിൻ ആണെന്ന് പറയുന്നുണ്ട്, പോർച്ചുഗലാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ഇംഗ്ലണ്ടിന് വേണ്ടി ബെറ്റ് വെക്കുന്ന ആൾക്കാരുമുണ്ട്. പിന്നെ ട്രഡീഷണലായിട്ടുള്ള ബ്രസീൽ, ജർമ്മനി തുടങ്ങിയ ടീമുകളുമുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കോയും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ആഫ്രിക്കൻ ടീമാണല്ലോ ഫ്രാൻസിനെ ഒരു സൗഹൃദ മത്സരത്തിൽ തോൽപ്പിച്ചത്. അപ്പോൾ അവരുടെയൊക്കെ പിന്നെ കൊറിയ ഉണ്ട്, ജപ്പാനുണ്ട്, നമ്മുടെ ഏഷ്യൻ ടീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. പക്ഷേ എങ്കിലും അർജൻറ്റീനയ്ക്ക്, സ്കലോണിക്ക് മെസ്സി മാത്രമല്ല കളക്റ്റീവായിട്ടുള്ള ഒരു സ്ട്രെങ്ത്താണ് ഉള്ളത്. അത് മതി, അത് ലോകകപ്പ് അടിക്കാൻ പര്യാപ്തമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മെസ്സിയിൽ നിന്നും മാറി ചിന്തിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഒരുപക്ഷെ അർജൻറ്റീന കപ്പ് ജയിച്ചു, മെസ്സി മികച്ച താരമായി എല്ലാവരും സന്തോഷിച്ചു എന്നുള്ള വാസ്തവമാണെങ്കിലും ഒരുപാട് ആരാധകർ അന്ന് കിലിയൻ എംബാപ്പയ്ക്ക് വേണ്ടി കരഞ്ഞവരുണ്ട്. കാര്യം ഒരു വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഒരു അർജൻറ്റീന പോലെ മെസ്സി ഉൾപ്പെട്ട ഒരു വളരെ ഫോർമിഡബിളായ ഒരു ടീമിനെ ഏതാണ്ട് ഒറ്റയ്ക്കാണ് എംബാപ്പെ എന്ന് പറഞ്ഞ യുവതാരം നേരിട്ടത്. ഹാട്രിക് അടിച്ചു എന്ന് മാത്രമല്ല, അയാൾ ആ ടീമിൻ്റെ, ആ രാജ്യത്തിൻ്റെ സ്പിരിറ്റ് അങ്ങേയറ്റം ഉയർത്തിയ ഒരു താരമാണ്. അപ്പോൾ ആ ആൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട്, കുറച്ചുകൂടെ കുറച്ചുകൂടെ വേറൊരു തലത്തിലാണ് ഇപ്പോൾ ഇത്തവണ വരുന്നത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ കിരീടം നേടണമെന്ന് സ്വാഭാവികമായിട്ടും എംബാപ്പെ ആഗ്രഹിക്കുന്നുണ്ടാവും. പിന്നെ അവരുടെ കോച്ച് ഇപ്പോൾ ദഷാമിനെ പോലൊരു കോച്ചാണ്, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്, ലോകകപ്പ് കളിക്കാരൻ എന്ന നിലയിലും കോച്ച് എന്ന നിലയിലും ഉയർത്തിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ആയ അവസരം എന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഫ്രാൻസിൻ്റെ ഒരു സാധ്യതകൾ? ഫ്രാൻസിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ അർജൻറ്റീനയ്ക്ക് എത്രയോ സാധ്യത നമ്മൾ കൽപ്പിക്കുന്നുണ്ടോ അത് ഞാനൊരു അർജൻറ്റീന ഫാനാണെന്ന് പറഞ്ഞില്ല, അർജൻറ്റീന ഫാനാണെന്നുള്ളത് മാറ്റി വെച്ചിട്ട് കളി എഴുതുന്ന ഒരാളെന്നുള്ളതും കൂടി പറഞ്ഞാൽ ഫ്രാൻസിന് തുല്യ സാധ്യതയുണ്ട്. തുല്യ സാധ്യത എന്ന് പറയുമ്പോൾ അർജൻറ്റീനയ്ക്ക് അവകാശപ്പെടാവുന്ന പല പോസിറ്റീവ് കാര്യങ്ങളും ഫ്രാൻസിന് അവകാശപ്പെടാം. ഉദാഹരണത്തിന് മിഡ്ഫീൽഡിലെ സ്ട്രെങ്ത്ത്, അറ്റാക്കിങ്ങിലെ സ്പീഡ്, പ്രത്യേകിച്ച് കൗണ്ടർ അറ്റാക്കിങ്ങിൽ അവർ വലിയ ഒരു ഭീഷണിയാണ് മറ്റു ടീമുകൾക്കൊക്കെ. അപ്പോൾ അതിനുള്ള ഈ സ്കലോണിക്കുള്ള പോലെ തന്നെ ഫ്ലെക്സിബിൾ ടാക്ടിക്സ്, ഫ്ലെക്സിബിൾ ഫോർമേഷൻ ദിഷോമിനുണ്ട്. വളരെ ആ സ്വാതന്ത്ര്യം സ്കലോണി പറഞ്ഞിട്ട് ചെയ്യിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ ദിഷോം അത് വിട്ടുകൊടുത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇവോൾവ് ചെയ്യാം അതിൻ്റെ. പിന്നെ ഫ്രീഡം കൊടുക്കും. അതെ. പിന്നെ സാധാരണ യൂറോപ്യൻ ഫുട്ബോളിൽ ഉണ്ടാകുന്ന ഒരു സിമട്രിയൊക്കെ ഉണ്ട്. 2 വിങ്ങിനും, അല്ലെങ്കിൽ ഒരു കളിക്കളത്തെ നീളത്തിൽ പല പല കോളങ്ങളാക്കിയാൽ, നമ്മൾ സെൻട്രൽ ചാനൽ എന്ന് പറയും, ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനൽ എന്നൊക്കെ പറയും. അങ്ങനത്തെ സിമ്മട്രി കാര്യങ്ങളിലൊന്നും എന്തായാലും ദിഷോമിന് വലിയ വിശ്വാസമൊന്നുമില്ല. അദ്ദേഹം പ്രായോഗികവാദിയാണ്. അങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഫ്രാൻസിന് ഭയങ്കര സാധ്യതയുണ്ട്. ഫ്രാൻസിന് ചെറുപ്പക്കാരുടെ ഒരു വലിയ നിരയാണുള്ളത്.
ആ ചെറുപ്പക്കാരുടെ നിരക്ക് ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ചാൽ അവർ ഇമോഷണലി ചില സമയത്ത് പതറിപ്പോയാൽ അതൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് വലിയ ബിഗ് മൊമെൻറ്റ്സ് വരുമ്പോൾ ഉണ്ടല്ലോ, ഈ രണ്ട് ടീമും തമ്മിൽ മധ്യനിരയിൽ ഒരു വലിയ ഒരു ആധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം വരും. അതിൻ്റെ അകത്ത് അത് ചില സമയത്ത് ഫിസിക്കലാകും, ചില സമയത്ത് മാനസികമാകും. ഫിസിക്കലാണെങ്കിൽ കൈകാര്യം ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. പക്ഷേ മാനസികമായി കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യാൻ ചില മാർഗങ്ങളേ ഉള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ മാനസികമായ ആധിപത്യം മറ്റൊരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ കളിക്കാരനെ ആ മാനസികമായ ആധിപത്യമുള്ള എതിരാളിയിൽ നിന്ന് മോചിപ്പിക്കുക, ഒന്നല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെ പൊസിഷൻ മാറ്റുക, അങ്ങനെ ചില കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എന്താ ഫസ്റ്റ് ഹാഫിൽ സംഭവിച്ചത്? ഫസ്റ്റ് ഹാഫിൽ മാനസികമായ ആധിപത്യം എന്ന് പറയുന്നത് അർജൻറ്റീന ആധിപത്യമായിട്ടല്ല തെളിയിച്ചത്, അവർ കടന്നാക്രമണമായിട്ടാണ് തെളിയിച്ചത്. ശരിയാണ്. അപ്പോൾ ആ കടന്നാക്രമണത്തിൽ ഈ ഫ്രാൻസിൻ്റെ ഒരു സപ്ലൈ ലൈൻ മുറിഞ്ഞുപോയി, പതറിപ്പോയി അവർ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിക്ക് അപ്പുറത്ത് ഞാൻ ഇതിൻ്റെ അകത്ത് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളൊരു പ്രശ്നം ഫ്രാൻസിന് ഫസ്റ്റ് ഹാഫിൽ അന്ന് വന്നു. അത് അർജൻറ്റീന സ്ഥാപിച്ചെടുത്ത മേധാവിത്വം കൊണ്ടാണ്. ആ മേധാവിത്വം ആക്രമണത്തിൽ ആണ്. പന്തില്ലാത്തപ്പോഴും ആക്രമണമായിരുന്നു. എന്ന് വെച്ചാൽ സപ്ലൈ ലൈൻ മുറിക്കുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ഭയങ്കരമായിരുന്നു, എനർജറ്റിക് ആയിരുന്നത്. ഫ്രാൻസിന് ഇത്തവണ കഴിഞ്ഞ തവണത്തെക്കാൾ, എൻ്റെ വിശ്വാസം കഴിഞ്ഞ തവണത്തെക്കാൾ നല്ല ടീം തന്നെയാണ് ഫ്രാൻസിൻ്റെ. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആകാൻ പോകുന്നത് ഇപ്പോൾ മെസ്സിയും ക്രിസ്ത്യാനോയും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വ്യക്തിഗത ആരാധന നേടിയെടുത്തിട്ടുള്ള ഒരു താരം എംബപ്പയാണ്. പക്ഷേ എംബപ്പെ ക്യാപ്റ്റനാണ് ഇത്തവണ. കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും അദ്ദേഹം ക്യാപ്റ്റനല്ലായിരുന്നു. ആ ക്യാപ്റ്റനാകാനുള്ള പക്വത ആയില്ല എന്ന് ലോകം വിചാരിച്ചാണ്. പക്ഷേ കഴിഞ്ഞ ലോകകപ്പിൽ ഹാഫ് ടൈമിൽ ഇടവേളക്ക് പിരിഞ്ഞപ്പോൾ ഡ്രസ്സിങ് റൂമിൽ നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ പിന്നീട് കണ്ടതാണ്, അദ്ദേഹം ആ ഷർട്ട് ഊരിക്കളഞ്ഞിട്ട് കോച്ച് 2-3 വാചകമേ പറഞ്ഞുള്ളൂ, ഇതൊരു ലോകകപ്പ് ഫൈനലാണ്, ലോകകപ്പ് ഫൈനൽ കളിക്കുകയാണെന്നുള്ള ബോധ്യം നമുക്കില്ല, അല്ലെങ്കിൽ നമ്മളതുപോലെ കാണിച്ചില്ല. അർജൻറ്റീന അവരത് കാണിച്ചു. അവർ ലോകകപ്പ് ഫൈനലാണ് കളിക്കുന്നത്, നമ്മൾ ലോക ഫൈനൽ ഇത്രയേ കോച്ച് പറഞ്ഞുള്ളൂ. ബാക്കി ഷർട്ട് ഊരിയിട്ട എംബപ്പെ, അന്ന് എംബപ്പയ്ക്ക് 23 വയസ്സ് അല്ലേ, ആ എംബപ്പയാണ് ബാക്കി കാര്യങ്ങൾ ആ ഡ്രസ്സിങ് റൂമിൽ പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഇത്രേ ഉള്ളൂ, അവർക്ക് ഇതൊക്കെ ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ സ്പേസ് സൃഷ്ടിക്കണം, നമ്മൾ അറ്റാക്ക് സൃഷ്ടിക്കണം, നമ്മൾ അവരുടെ പരാജയത്തിൽ നിന്ന് അല്ല പഴുതിയിൽ നിന്ന് നമ്മൾ ബോൾ കണ്ടെത്തൊക്കെ ചെയ്യണം. വി ക്യാൻ കം ബാക്ക്, അതാണ് അതിൻ്റെ ഒരു ഫ്രഞ്ച് വാക്ക്, 2 വാക്കുണ്ട്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട്, കളി കഴിഞ്ഞിട്ട് അദ്ദേഹം എംബപ്പെ സ്വന്തം കുടുംബക്കാരെ, സഹോദരങ്ങളും ഒക്കെയുള്ള ആളുകളെ എല്ലാവരും കണ്ടപ്പോൾ കരഞ്ഞിട്ട് നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. മാപ്പ് ചോദിക്കുന്നത് വെച്ചാൽ ഇത്രയും പ്രതീക്ഷ തന്നു, നിങ്ങൾ എല്ലാവരും എത്രയോ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത് സാധിച്ചില്ല, അതിനുള്ള മാപ്പ് ചോദിച്ചു. പക്ഷെ അവസാനം അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടു വി വിൽ കം ബാക്ക്. ആ വി വിൽ കം ബാക്ക് എന്നുള്ളൊരു വാക്ക് പ്രാവർത്തികമാക്കാൻ കിട്ടുന്ന അവസരമാണിത്. ഇപ്പോൾ ഈ ലോകകപ്പിന് മുമ്പ് എംബപ്പെ ചില ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞു, അതായത് ഞാൻ റെഡിയാണ്, ഈ ടീമിനെ ഫൈനലിലോട്ട് നയിച്ചുകൊണ്ട് പോകാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ റെഡിയാണ്, അതൊരു ഭാരമാണെന്ന് പറഞ്ഞാൽ ആ ഭാരം വഹിക്കാൻ ഞാൻ റെഡിയാണ്, എനിക്കതിന് ശേഷിയുണ്ട്. അപ്പോൾ എംബാപ്പെ ഇതെല്ലാം പറയുമ്പോഴും എനിക്ക് ഒരു കാര്യമാണ് മനസ്സിൽ വരുന്നത് വെച്ചാൽ, എംബാപ്പയെ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ഒരു പ്രവണത ഫ്രഞ്ച് ടീമിനുണ്ടെങ്കിൽ അതായിരിക്കും അവരുടെ ഒരു ന്യൂനതയായിട്ട് വരാൻ പോകുന്നത്. പ്ലസ് പോയിൻ്റ് എന്താണോ അത് ന്യൂനതയായിട്ട് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഒരു സാധ്യത എന്താ വെച്ചാൽ, ഈ മിഡ്ഫീൽഡിലെ ക്രിയേറ്റിവിറ്റിയിൽ യൂറോപ്പിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ടീമാണ്, സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമാണ് സ്പെയിനിൻ്റെ ക്രിയേറ്റിവിറ്റി ഫ്രാൻസിനില്ല. ഫ്രഞ്ച് ആരാധകർ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാലും ശരി, സ്പെയിനിൻ്റെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമിൻ്റെതായ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അത് ഈ പ്രതിഭയുടെ ചില നേരത്തുള്ള ഈ വട്ടുപിടിച്ച ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ട്. റൊണാൾഡീഞ്ഞോയും മെസ്സിയൊക്കെ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു സംഗതി ചെയ്യാൻ പറ്റിയ ഒരു ക്രിയേറ്റീവ് ആള് ഇപ്പോൾ ഫ്രഞ്ച് നിരയിലില്ല. പക്ഷെ അതില്ല എന്നുള്ള അവരുടെ കുറവായിട്ടും പറയാൻ പറ്റില്ല, അവരുടെ ശൈലിയുടെ പ്രത്യേകത, അത് അവരുടെ ശൈലിയാണ്. പക്ഷേ മറ്റൊരു ടീമുമായിട്ട് കളിക്കുമ്പോൾ ആ മിഡ്ഫീൽഡിലെ ഡോമിനൻസിൽ വരുമ്പോൾ ഫിസിക്കലി എന്തായാലും ഡോമിനൻസ് ഫ്രാൻസിനുണ്ട്, ടാക്റ്റിക്കലി ഡോമിനൻസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്രിയേറ്റിവിറ്റിയുടെ ഡോമിനൻസ് നമ്മൾ പ്രതീക്ഷിക്കാൻ വേണ്ട.
അവിടെയാണ് അവർക്കുള്ള ഒരു മൈനസ് എന്ന് പറയുന്നത്. അതാണ് മൈനസ്. പിന്നെ ഒന്ന് ഇതാണ്, എംബാപ്പയെ അമിതമായിട്ട് ആശ്രയിക്കുന്ന ഇതുണ്ടോന്ന്. അപ്പോൾ എംബാപ്പയെക്കുറിച്ച് ചില മുൻ താരങ്ങൾ തന്നെ, ഫ്രാങ്ക് ലീബഫ് എന്ന് പറഞ്ഞാൽ 98-ൽ കപ്പ് നേടി, സിദാൻ്റെ കപ്പ് നേടിയ ആൾ പറഞ്ഞു എംബാപ്പെ ഭയങ്കര സ്വാർത്ഥനാണെന്ന് പറഞ്ഞു. എന്താ സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ എംബാപ്പെ ലക്ഷണമൊത്ത ഒരു സ്ട്രൈക്കറാണ്. അതെ, ഗോളടിക്കുക, അതാണ് സ്ട്രൈക്കറെ സംബന്ധിച്ച് അയാളുടെ ഉത്തരവാദിത്തമാണ് ഗോളടിക്കുക എന്നുള്ളത്. അപ്പോൾ പന്ത് കിട്ടിയോ ഗോളടിക്കണം. പന്ത് കിട്ടിയാൽ മറ്റൊരാൾക്ക് പാസ് ചെയ്യൽ സ്ട്രൈക്കറുടെ ഉത്തരവാദിത്തമല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ അതിൻ്റെ ഒരു മറുവശത്രേ ഉള്ളൂ, എംബാപ്പെ വളർന്നു, 19 വയസ്സിൽ ലോകകപ്പ് നേടിയ ആളാണ്. വീണ്ടും 8 വർഷത്തിന് ശേഷം വരുമ്പോൾ എംബാപ്പെ വളർന്നു. ആ വളർച്ച എന്നുള്ളത് എംബാപ്പെ കളിക്കളത്തിൽ പുറകോട്ടിറങ്ങി വിത്ഡ്രോണായിട്ട് കളിക്കുക, ഡീപ്പായിട്ട് സ്വന്തം ഹാഫിലേക്ക് ഇറങ്ങി കളിക്കുക എന്നുള്ളതല്ല. പക്ഷേ ഈ മുൻനിരയിലുള്ളപ്പോൾ പോലും എംബാപ്പെ എങ്ങനെ എതിരാളികൾക്കെതിരെ സ്വയം ഒരു ആകർഷണ കേന്ദ്രമാകാതെ എന്നാൽ എതിരാളികളെ ആകർഷിക്കുകയും സ്വന്തം കളിക്കാർക്ക്, സഹകളിക്കാർക്ക് സ്പേസ് ഉണ്ടാക്കുകയും പന്തെത്തിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഡെമ്പലെ മുൻനിരയിലുണ്ട്. ഇപ്പോൾ ഡെമ്പലയെ എംബാപ്പയേക്കാൾ കുറഞ്ഞ ഒരാളായിട്ട് നമ്മളാരും കണക്കാക്കുന്നില്ല. എംബാപ്പയ്ക്ക് ഈ ബാലൺ ദി ഓർ കിട്ടിയിട്ടില്ല. അതെ, ഡെമ്പലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡെമ്പലെ കുറഞ്ഞ ആളല്ല. പക്ഷേ ഡെമ്പലേക്ക് ഗോളടിക്കണമെങ്കിൽ മാനസികമായി ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. ഇത് ബിഗ് സ്റ്റേജാണ് ഈ മത്സരം, ഈ ലോകകപ്പ് എന്ന് പറഞ്ഞാൽ. ആ ബിഗ് സ്റ്റേജിൽ ഡെമ്പലയുടെ മനസ്സിൻ്റെ അകത്ത് ഒരു തരി നിരാശയുടെ അംശം വന്നാൽ ചിലപ്പോൾ പെർഫോമൻസിനെ ബാധിക്കും. കാരണം അങ്ങനെയാണ് പല ലോകോത്തര താരങ്ങളാകാനുള്ള സാധ്യത ഉണ്ടായിരുന്ന തീപ്പൊരികൾ പലതും ഇല്ലാതായി പോയത്, മങ്ങിപ്പോയത്, അടങ്ങിപ്പോയത്, അങ്ങനെയൊക്കെയാണ്. ഫ്രാൻസിന് സാധ്യതയുണ്ട്, എംബാപ്പയ്ക്കും സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യത കുറേ ചേരുവകൾ എങ്ങനെ കൃത്യമായ അനുപാതത്തിൽ ഒരുമിച്ച് വരുന്നതാണ്.